സോ ചാനൽ തുടങ്ങിയ സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ എക്സാം ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എക്സാംസ് ആണല്ലോ. അപ്പോൾ എൻ്റെ എക്സാംസിനെ പറ്റിയിട്ടും കരിക്കുലം അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്കലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് കേട്ടോ, GMC പാലക്കാട്. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി 2 ഫൈനൽ ഇയേഴ്സ് ഉണ്ട്. ഒന്ന് ഫ്രഷ്ലി കയറിയിരിക്കുന്നവരും ഒന്ന് എക്സാംസ് കഴിഞ്ഞ്. ഞാൻ തിയറി എക്സാം കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ലാസ്റ്റ് മന്ത് എനിക്ക് തിയറി എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇനി മൺഡേ തൊട്ട് എനിക്ക് പ്രാക്ടിക്കൽസ് തുടങ്ങുകയാണ്. 2 സബ്ജക്ട്സിൻ്റെ ഓൾറെഡി കഴിഞ്ഞു പ്രാക്ടിക്കൽസ്. ENTയും ഒഫ്താൽമോളജി ഓൾറെഡി കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു 4 സബ്ജക്ട്സും കൂടെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു MBBS കോഴ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹൗ ഇറ്റ് ഈസ് അക്കാഡമിക്കലി എത്ര വർഷം എടുക്കും. കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല ഫസ്റ്റ് ഇയറിൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്, ഏതൊക്കെയാണ് സബ്ജക്ട്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. സോ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നമുക്ക് 3 സബ്ജക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ഇയറിൽ വന്നിട്ട് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി. ആൻഡ് സെക്കൻഡ് ഇയറിലാണെങ്കിൽ മൈക്രോബയോളജി, പത്തോളജി, ഫാർമക്കോളജി. ആൻഡ് തേർഡ് ഇയറിൽ ഞങ്ങളുടെ ബാച്ചിന്, അത് 2020, ഞാൻ 2021 ബാച്ചാണ്. 2020 ബാച്ചിനും 2021 ബാച്ച്, പിന്നെ ഇങ്ങോട്ടൊരു 2-3 വർഷത്തേക്ക് ഇവരെന്ത് ചെയ്തു, തേർഡ് ഇയറിൽ ഉണ്ടായിരുന്ന 2 സബ്ജക്ട്സ് എടുത്ത് ഫൈനൽ ഇയറിലോട്ട് ഇട്ടു. ഈ ENT ഒഫ്താൽമോളജി തേർഡ് ഇയറിലെ സബ്ജക്ട്സ് ആയിരുന്നു 2019 ബാച്ച് വരെ. അത് പിന്നീട് അവർ ഫൈനൽ ഇയറിലോട്ട് എടുത്തിട്ടു. അപ്പോൾ തേർഡ് ഇയറിൽ ആകെ 2 സബ്ജക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ഒന്ന് കമ്മ്യൂണിറ്റി മെഡിസിനും അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ എന്ന് പറയും, പിന്നെ ഫോറൻസിക് മെഡിസിനും. ഫൈനൽ ഇയറിൽ വന്നിട്ട് ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, OBG അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പീഡിയാട്രിക്സും, പിന്നെ ENT ഒഫ്താൽമോളജി. ഇങ്ങനെ ഇത്രയും സബ്ജക്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇനി ഈ ENT ഈ മെഡിസിനിലും അതുപോലെ സർജറിയിലൊക്കെ വേറെ ചെറിയ ചെറിയ സബ്ജക്ട്സ് വരും കേട്ടോ. സർജറിയുടെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് ഓർത്തോപെഡിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്. ഇപ്പോൾ തിയറി പേപ്പറിലൊക്കെ ആണെങ്കിൽ 30 മാർക്സും ഈ ഓർത്തോപെഡിക്സ് എന്നായിരിക്കും. അതുപോലെ പ്രാക്ടിക്കലിനും സെപ്പറേറ്റ് എക്സാമാണ് നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെഡിസിൻ്റെ കൂടെ വരുന്നതാണ്. അതുപോലെ സർജറിയുടെ കൂടെ അനസ്തേഷ്യോളജി, ഡെന്റിസ്ട്രി, റേഡിയോളജി, അതൊക്കെ അതിൽ ചെറിയ മൈനർ പാർട്സ് ആണ്. ചെറിയ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് മാർക്ക് എക്സാമിന് ചോദിക്കും. അതുപോലെ മെഡിസിൻ്റെ കൂടെ ഡെർമറ്റോളജി ചോദിക്കും. ഒരു കുറച്ച് മാർക്ക് വെയിറ്റേജ് ഉണ്ട് ആക്ച്വലി ഡെർമറ്റോളജിക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ PG സബ്ജക്ട്സിനെ പറ്റിയിട്ടും ബാക്കിയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊക്കെ പറഞ്ഞുതരാം കേട്ടോ.